അബൂ ജുഹൈമ നിവേദനം ചെയ്യുന്ന ഒരു സംഭവം. ഒരു വ്യക്തി അയൽവാസിയെക്കുറിച്ച് സങ്കടപ്പെട്ട് തിരുസവിധത്തിലെത്തി. ഒരു വ്യക്തിയെ അയാളുടെ അയൽവാസി ദ്രോഹിക്കുന്നു എന്ന് പറഞ്ഞ അയൽവാസിയുടെ വിഷയത്തിൽ സങ്കടപ്പെട്ട ഒരു വ്യക്തി നബിയുടെ അടുക്കൽ വന്നു. ജാ റജുൽ ഇല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യശ്കൂ ജാറഹു. അപ്പോൾ ഈ സങ്കടപ്പെട്ട വ്യക്തിയോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇത് ഫസ്ബിർ, അയൽവാസിയല്ലേ, ക്ഷമിക്ക്, നിങ്ങൾ പോ എന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം പോയി. പക്ഷേ അയൽവാസി ദ്രോഹം തുടർത്താൻ. അപ്പോൾ വീണ്ടും അയാൾ വന്നു. 2 അല്ലെങ്കിൽ 3 തവണ ഈ വ്യക്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, റസൂലേ, അയൽവാസിയുടെ ദ്രോഹം സഹിക്കാൻ വയ്യ. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദ്ഹബ് ഫഖുദ് മതാഅക ഫത്രഹു ഫി തരീഖ്. എങ്കിൽ വീട്ടിൽ പോയിട്ട് നിങ്ങളുടെ വീട്ടിലെ ധനസാമഗ്രികൾ, ഭക്ഷണ സാധനങ്ങൾ, അതേപോലെ വിരിപ്പുകൾ, വസ്ത്രങ്ങൾ, ഇതൊക്കെ എടുത്തിട്ട് വഴിയിൽ കൊണ്ടിടാൻ പറഞ്ഞു. വഴിയിൽ ആളുകൾ പോകുന്ന വഴിയിൽ കൊണ്ടിടാൻ പറഞ്ഞു. അപ്പോൾ ഇയാൾ എന്ത് ചെയ്ത് അതൊക്കെ എടുത്തിട്ട് നബിയുടെ കൽപ്പന പ്രകാരം അങ്ങനെ വഴിയിൽ കൊണ്ടുവച്ചിട്ട് അവിടെ പോയി. ആ വഴിയിലൂടെ വരുന്ന ആളുകളൊക്കെ അങ്ങനെ ഇസ്തമ അലൈഹി നാസ്താൻ, ജനങ്ങൾ ഒന്നായിട്ട് അവിടെ സംഘടിച്ചു. ഒരു മനുഷ്യൻ പെരുവഴിയിൽ തൻ്റെ വീട്ടിലെ സാധന സാമഗ്രികൾ എടുത്ത് വന്നിരിക്കുമ്പോൾ എന്താണ്, അപ്പോൾ എന്താണ് നിങ്ങളുടെ കാര്യമെന്ന് ആളുകൾ ചോദിച്ചപ്പോൾ ആ വ്യക്തി പറഞ്ഞു, എൻ്റെ അയൽവാസി എന്നെ ദ്രോഹിക്കുന്നു, ഞാൻ പലതവണ തിരുദൂതരോട് സങ്കടപ്പെട്ടു. അപ്പോൾ നബി തങ്ങൾ അവസാനം പറഞ്ഞത് എന്നോട് നിങ്ങളുടെ മത്താഴുകൾ എടുത്തിട്ട് അത് ഇത്ര തരീഖ് വഴിയിലിടാനാണ്, അതുകൊണ്ടാണ് ഞാൻ ഇത് ചെയ്തത്. ഇത് കണ്ട് ഈ വിവരം കേട്ട ആളുകളെല്ലാവരും ആ വ്യക്തിയെ ശപിക്കാൻ തുടങ്ങി. അരെ ഈ ഉപദ്രവികാരിയായ അയൽവാസിയെ ശപിക്കാൻ തുടങ്ങി. ഇങ്ങനെ ശപിക്കാൻ. അപ്പോഴാണ് അയൽവാസി അറിയുന്നത് ഇങ്ങനെ ഒരു വിഷയം ഉണ്ടായി. അയൽവാസി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കലേക്ക് ഓടി വന്നിട്ട് പറഞ്ഞു, റസൂലേ, എന്നെ ആളുകൾ ഇതാ ശപിക്കുന്നു. അപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചത് എന്തുകൊണ്ട്? അപ്പോൾ അദ്ദേഹം വിഷയം പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഇന്നല്ലാഹ ലഅനക ഖബ്ല അന്നാസ്, ജനങ്ങൾ ശപിക്കുന്നതിന് മുമ്പ് അള്ളാഹു നിന്നെ ശപിച്ചിട്ടുണ്ട്. ചില റിപ്പോർട്ടുകളിൽ ഇന്ന ലഅനതല്ലാഹ് ഫൗക ലഅനതിഹിം, അവരുടെ ലാനത്തിനേക്കാൾ ഗൗരവപ്പെട്ടതാണ്, അതിൻ്റെ മേലാണ് അള്ളാഹിൻ്റെ ലാനത്ത് എന്ന് പറഞ്ഞു. ഈ വ്യക്തി അവിടെ നിന്ന് ഓടി. ശ്വാസം പറഞ്ഞു, റസൂലേ, ഞാൻ ഒരിക്കലും ഇനി വന്നു പോയതുപോലെ ദ്രോഹം ആവർത്തിക്കില്ല എന്ന് പറഞ്ഞാണ് ഓടിയത്. ഈ സഹോദരനോട് ചെന്നിട്ട് പറഞ്ഞു, ഇർഫഅ മതാഅക്, നിന്റെ സാധനങ്ങളൊക്കെ കൊടുത്തെടുക്ക്, ഞാൻ ഒരിക്കലും ഇനി നിന്നെ ദ്രോഹിക്കുകയില്ല എന്ന് പറഞ്ഞ് ക്ഷമാപണം നടത്തി. അദ്ദേഹം ഇനി ദ്രോഹിക്കുകയില്ലെന്ന് അയാളോട് പ്രതിജ്ഞ ചെയ്ത് അദ്ദേഹത്തെ അവിടുന്ന് കൊണ്ടുവരികയുണ്ടായി എന്നുള്ളതാണ് ആ ഹദീസിൽ നമ്മൾ വായിക്കുന്നത്. ഇവിടെ നോക്കൂ നിങ്ങൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എത്ര ഗൗരവത്തിലാണ് ഈ ഒരു ഉപദ്രവത്തെ കണക്കിലെടുത്തത്. അതിനെ കൈകാര്യം ചെയ്തത് റഹ്മത്തുൽ ലിൽ ആലമീൻ, കാരുണ്യത്തിൻ്റെ ദൂതൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം.